മഴക്കാലമിങ്ങെത്തി. കഷ്ടതകളും ദുരിതങ്ങളും പ്രതീക്ഷിച്ചുകൊണ്ടുള്ള മുൻകരുതൽ സ്വീകരിക്കുന്നത് നല്ലതാണ്. നിരത്തുകളിലൂടെയുള്ള സഞ്ചാരത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം. ചിലപ്പോൾ റോഡിലെ കുഴികളിൽ വെള്ളം കെട്ടിക്കിടന്നേക്കാം. എണ്ണയും വെള്ളവുമായി കൂടിക്കലർന്നുള്ള അവസ്ഥയിൽ വാഹനം സ്കിഡ് ചെയ്യുവാനും സാധ്യതയുണ്ട്. ഞാനും നിങ്ങളെപ്പോലെ ഒരു സഞ്ചാരിയാണ്. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന മോട്ടോർ ബൈക്ക്, ഓട്ടോറിക്ഷ, കാറുകൾ എന്നിവയേക്കാൾ അല്പം വലിപ്പം എനിക്ക് കൂടുതലുണ്ട്. എനിക്കും നിങ്ങൾക്കുള്ളതുപോലെ ആധുനിക ബ്രേക്കിംഗ് സംവിധാനങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ പലപ്പോഴും അത് വേണ്ടത്ര പ്രയോജനം നൽകണമെന്നില്ല. അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണം ഞാൻ ഉള്ളിൽ വഹിക്കുന്ന സാധനങ്ങളുടെ ഭാരവും അവസ്ഥയും തന്നെയാണ്. ഈ സാധനങ്ങൾ മിക്കവാറും ദ്രാവക രൂപത്തിലുള്ളതും ഹാനികരമായ സ്വഭാവത്തിലുള്ളതുമായിരിക്കും. ജ്വലനശേഷിയുള്ളതാകാം, ജ്വലിക്കുന്നതാകാം, ചിലപ്പോൾ ശാരീരിക അസ്വാസ്ഥ്യത്തിന് കാരണമേകുന്നതുമായിരിക്കാം. ഇതിൽ പെട്രോൾ, ഡീസൽ, പാചകവാതകം, രാസപദാർത്ഥങ്ങൾ എല്ലാം ഉൾപ്പെടുന്നു. കൈമാറ്റം ചെയ്യപ്പെടുന്ന രാസപദാർത്ഥത്തിൻ്റെ പേരും എഴുതി വെച്ചുകൊണ്ടാണ് ഞാൻ സഞ്ചരിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത്രയും പറഞ്ഞതിൽ നിന്നും ഞാൻ ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണും. നിങ്ങളുടെ ദൈനംദിന ജീവിത സൗകര്യങ്ങൾക്ക് തടസ്സമില്ലാതെ ഇരിക്കുവാൻ വേണ്ട സാധനങ്ങൾ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ എവിടെയും കൊണ്ടെത്തിക്കുവാൻ പാടുപെടുന്ന ഒരു പാവം ടാങ്കർ ലോറി. ഞാനിതിവിടെ പറയുവാൻ ഒരു കാരണമുണ്ട്. മഴക്കാലത്ത് റോഡിൽ കുഴികളുണ്ടാകുമെന്ന് പറഞ്ഞല്ലോ. അത് കണ്ടാൽ സ്വാഭാവികമായി പെട്ടെന്ന് ബ്രേക്ക് പിടിക്കാനും വെട്ടിത്തിരിക്കാനും ശ്രമിക്കും. നിങ്ങളതിൽ വിജയിച്ചുവെന്നും ഇരിക്കും. സമാനമായ സാഹചര്യങ്ങൾ പലതും ഉണ്ടാകാം. പക്ഷെ നിങ്ങളുടെ പിന്നിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഞാൻ വളരെ പെട്ടെന്നതിന് തയ്യാറായാൽ എനിക്ക് നിങ്ങളെപ്പോലെ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിൽക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അത് എൻ്റെ ബ്രേക്കിംഗ് സംവിധാനത്തിൻ്റെ മേന്മക്കുറവ് കൊണ്ടോ എന്നെ നിയന്ത്രിക്കുന്ന വ്യക്തിയുടെ വൈദഗ്ധ്യക്കുറവ് കൊണ്ടോ സംഭവിക്കുന്നതല്ല. മറിച്ച് എൻ്റെ ഉള്ളിൽ വഹിക്കുന്ന ദ്രാവക രൂപത്തിലുള്ള സാധനത്തിൻ്റെ ചലനാത്മകത കൊണ്ട് മാത്രം സംഭവിക്കുന്നതാണെന്ന് മനസ്സിലാകും. അത്തരം ഓളം വെട്ടലിൻ്റെ ശക്തി കൂടിയിരിക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ ബ്രേക്കിംഗ് സംവിധാനത്തിന് അതിനെ മറികടന്ന് വാഹനത്തിനെ കൃത്യമായ രീതിയിൽ നിയന്ത്രിച്ച് നിർത്താൻ കഴിഞ്ഞേക്കില്ല എന്നതും ഓർക്കുക. പ്രത്യേകിച്ച് വേഗത കൂടിയിരിക്കുന്ന സമയങ്ങളിൽ. അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ എൻ്റെ സന്തുലനാവസ്ഥ നഷ്ടപ്പെട്ട് റോഡിൽ നിന്ന് വഴുതി മാറാനും ചിലപ്പോൾ മറിയാനും സാധ്യതയുണ്ട്. വീഴ്ചയുടെ ആഘാതത്തിൽ കൈമാറ്റം ചെയ്യപ്പെടുന്ന രാസപദാർത്ഥത്തിന് ചോർച്ച കൂടി ഉണ്ടായാൽ അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് പറയേണ്ട കാര്യമില്ലല്ലോ. മുഴുവൻ ഗതാഗതം തന്നെ നിശ്ചലമാകുന്ന ഒരു സ്ഥിതിവിശേഷവും ചിലപ്പോൾ അഗ്നിബാധയും സംജാതമായേക്കാം. പൂർവ്വസ്ഥിതി വീണ്ടെടുക്കുവാൻ വളരെയധികം സമയവും പ്രയത്നവും ചിലവിടേണ്ടി വരികയും ചെയ്യും. നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് വേണ്ടിയുള്ള യാത്രയിലാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ എത്രമാത്രം സങ്കടകരമായിരിക്കും എന്നാലോചിച്ച് നോക്കൂ. എല്ലാവർക്കും തിരക്കുണ്ട് എന്ന് എനിക്കറിയാം എന്ന് കരുതി എനിക്ക് തിരക്കില്ല എന്ന് കരുതരുത്. നിങ്ങൾക്കോരോരുത്തർക്കും വേണ്ടിയാണ് ഞാനും സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥന മാത്രം. എനിക്ക് പ്രത്യേക പരിഗണനയൊന്നും തരണമെന്ന് ആവശ്യപ്പെടുന്നില്ല. എങ്കിലും എന്നിൽ നിന്നും സുരക്ഷിതമായ അകലത്തിൽ സഞ്ചരിക്കുവാൻ നിങ്ങളെല്ലാവരും മനസ്സുകൊണ്ട് തയ്യാറാകണം എന്ന് മാത്രം. സുരക്ഷിതമായ രീതിയിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ നിശ്ചയിച്ച സ്ഥലത്ത് എത്തിച്ചേരുവാൻ കഴിയുന്നതല്ലേ നല്ലത്? ഒരു നിമിഷം ആലോചിക്കും. ഈ നിമിഷം വൃഥാവിലാകില്ല എന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ന്യൂജൻസ് ഇതൊന്ന് ശ്രദ്ധിക്കണേ.